ചർച്ച ചെയ്യാൻ വേണ്ടിയായിരിക്കണം ഗ്രാമസഭകളിൽ പോയിരിക്കേണ്ടത്. ഇത് നിങ്ങളോട് ആര് പറഞ്ഞു തരും എന്താണ് സമഗ്ര വികസനം എന്നത്? അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ ഈ 5-ാം വാർഡിൽ ഇല്ലാത്തതെന്താണോ അത് കണ്ടെത്തി ഇവിടുത്തെ മെമ്പറുടെ മുന്നിലെത്തിച്ച് ഗ്രാമസഭകളിൽ ചർച്ച ചെയ്ത് പാസാക്കി പഞ്ചായത്തിനകത്ത് എത്തിക്കേണ്ട ഉത്തരവാദിത്തമാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തർക്കുമുള്ളത്. അതിന്റെ സാരഥ്യം ഏറ്റെടുക്കേണ്ട ആളാണ് നിങ്ങൾ വിജയിപ്പിച്ചു വിടാൻ പോകുന്ന രാജീവിനുള്ളത്. ഉത്തരവാദിത്തം ഭയങ്കരമാണ്, നിസ്സാരമായിട്ട് ഓടിപ്പോകാൻ പറ്റില്ല. ഈ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി രാജീവിനെ പോലെ നിങ്ങളുടെ മുന്നിലേക്ക് ഓട്ടഭ്യർത്ഥിച്ചു വരുന്ന ഓരോ ചെറുപ്പക്കാരന്റെയും ചെറുപ്പക്കാരികളുടെയും പിന്നിൽ ഈ രാജ്യത്തെ പുരോഗതിയുടെ മുന്നിലേക്ക് കുതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയുണ്ട്. ഈ സംഘടന സ്ഥാപിതമായിട്ട് 100 വർഷമായി. 100 വർഷമായിട്ട് ഈ സംഘടനയ്ക്ക് ഒരു അപജയമോ അതിന്റെ പദ്ധതികളിൽ ഒരു മാറ്റമോ വന്നിട്ടില്ല. 100 വർഷമായി ഈ സംഘടന ഈ രാജ്യത്ത് ഇങ്ങനെ തന്നെ പ്രവർത്തിക്കുകയാണ്. 70-60 വർഷങ്ങൾക്ക് മുമ്പ് ഈ സംഘടന രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് പാർലമെന്റിലോ അസംബ്ലിയിലോ പഞ്ചായത്തിലോ ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. ലാൽ കൃഷ്ണ അദ്വാനിജിയുടെ നേതൃത്വത്തിലും അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലും പാർലമെന്റിലേക്ക് അംഗങ്ങൾ ഉണ്ടായ സമയത്ത് ഇന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ നേതൃത്വത്തിലിരിക്കുന്ന നേതാവ് ചോദിച്ചു, നിങ്ങൾക്കൊരു കാളവണ്ടി പോലെ യാത്ര ചെയ്യാനെന്ന്. ഇതാ പാർട്ടിയുടെ പ്രഖ്യാപിത നയമാണ്. രാജ്യത്തെ മുഴുവൻ ജനങ്ങളെ കാളവണ്ടിയിൽ യാത്ര ചെയ്യുക എന്ന പ്രഖ്യാപിത നയം. നമ്മൾ നോക്കൂ, മല്ലികാർജുൻ ഖാർഗെ എന്ന് പറയുന്ന സമർത്ഥനായ കോൺഗ്രസ് നേതാവ് അടൽ ബിഹാരി വാജ്പേയിയുടെ മുഖത്ത് നോക്കി ചോദിച്ചതാണ്, നിങ്ങൾക്കൊരു കാളവണ്ടി പോലെ യാത്ര ചെയ്യാനെന്ന്. ഞങ്ങൾ കാളവണ്ടിയിലോ നടന്നോ സൈക്കിളിലോ യാത്ര ചെയ്യും. പക്ഷേ ഈ രാജ്യം മുഴുവൻ ഈ ആദർശത്താൽ പുളകിതമാകുന്ന ഒരു ദിനം വരും. അന്ന് നിങ്ങളെപ്പോലുള്ള നേതാക്കന്മാർ ബിജെപിയുടെ അംഗങ്ങളുടെ മുന്നിൽ തലകുനിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം ഇവിടെ എത്തും എന്ന് ദീർഘദർശനമുള്ള അടൽ ബിഹാരി വാജ്പേയി പാർലമെന്റിൽ അന്ന് സംസാരിച്ചിരുന്നു. ഇന്ന് നോക്കൂ, 300-ലധികം 320-ലധികം സീറ്റുകളുമായി അധോസഭയിലും 2 സഭകളിലുമായി രാജ്യത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന ശക്തമായ നേതൃത്വമുള്ള ഭരണാധികാരികളാണുള്ളത്. പിന്നെ എന്തിന് രാജീവ് പേടിക്കണം? പിന്നെ ആര് രാജീവ് ഇവിടെ നിന്ന് വരുന്ന ഈ സ്ഥാനാർത്ഥികൾ പേടിക്കണം? പിന്നെ നിങ്ങൾ എന്തിന് പേടിക്കണം രാജീവിനെ ജയിപ്പിച്ചു വിടുന്നതിന്? എന്റെ ചോദ്യത്തിൽ എന്തെങ്കിലും അർത്ഥമുണ്ടെങ്കിൽ, ഞാൻ ചോദിക്കുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ എന്നെ ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഗുരുജനങ്ങളെ, നിങ്ങൾ മനസ്സിൽ ചിന്തിക്കൂ. ഈ രാജ്യത്ത് കഴിഞ്ഞ 15 വർഷമായി നടന്ന വികസനങ്ങൾ മാത്രമേ നമ്മുടെ കൺമുൻപിലുള്ളൂ. അതിനു മുമ്പുള്ള വികസനങ്ങൾ എടുത്തു പറയാൻ എന്തുണ്ട്? പറയൂ, നിങ്ങൾ പറയൂ. രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിവിധ ഗവൺമെന്റുകൾ, ഇതിനു മുമ്പുണ്ടായിരുന്ന കോൺഗ്രസ് ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരുന്ന നല്ല പദ്ധതികളൊന്നും മോദി ഗവൺമെന്റ് വന്നിട്ട് മാറ്റിവെച്ചിട്ടില്ല. അതിനെ പിന്തുടരുകയാണ് ചെയ്തത്. ഈ പദ്ധതികൾ ഓരോന്ന് കൊണ്ടുവരുമ്പോഴും നല്ല പദ്ധതികളെ പിന്തുടരാനാണ് ജനങ്ങളെ പ്രേരിപ്പിക്കുന്നത്. ഓരോ ദിവസവും ഉണർന്നെഴുന്നേൽക്കുമ്പോൾ എന്റെ രാജ്യത്തെ എന്റെ ജനങ്ങൾക്ക്, എന്റെ സഹോദരങ്ങൾക്ക് എന്ത് കൊടുക്കണമെന്ന് ചിന്തിച്ചുറക്കമെഴുന്നേറ്റ് വരുന്ന ഭരണാധികാരികളാണ് രാജ്യം ഭരിക്കുന്നത്. നമ്മൾ നോക്കൂ, വിചിത്രമായൊരു സംഭവം ഞാൻ പറയട്ടെ. വിചിത്രമായൊരു സംഭവം. രാജ്യത്തേത്, ലോകത്തേത് ഭരണാധികാരികൾ ഭരിച്ചാലും 1 വർഷം തികയുന്നതിന് മുമ്പേ അവർക്കെതിരെ അഴിമതി ആരോപണം വരും. ശരിയല്ലേ? 1 വർഷം തികയുന്നതിന് മുമ്പേ ആ ഭരണാധികാരികളുടെ മുഖത്തേക്ക് പത്രമാധ്യമങ്ങളിലൂടെയും മറ്റിതുപോലുള്ള കവലപ്രസംഗങ്ങളിലൂടെയും അഴിമതി ആരോപണങ്ങൾ വരും. ശ്രീമാൻ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ഭരണം 2014 ആരംഭിച്ചിട്ട് ഇന്നേ ഈ ദിവസം, ഈ മിനിറ്റ് വരെ എതിരാളികൾക്ക് പോലും, ഞാൻ ആവർത്തിച്ചു പറയുന്നു, എതിരാളികൾക്ക് പോലും, തമാശയ്ക്ക് പോലും ഒരാരോപണം ഉന്നയിക്കാൻ ഇന്നേ
ഇന്നേ വരെ സാധിക്കാത്ത ഭരണാധികാരികളുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം. ആ രാജ്യത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത് BJP എന്ന ദേശീയ പ്രസ്ഥാനമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ദേശീയ പ്രസ്ഥാനമാണ്. ഈ ദേശീയ പ്രസ്ഥാനത്തിലല്ലാതെ ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി ആര് എന്നുള്ളൊരു ചോദ്യം അപ്രസക്തമാണ്. മറ്റ് പാർട്ടികളുടെ മുന്നണികളുടെ ഒക്കെ അവസ്ഥ നമ്മൾ കാണുന്നതാണ്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. കെടുകാര്യസ്ഥതയുടെയും ഒക്കെ വിളനിലമാണ്. പൊന്നുതമ്പുരാൻ ശ്രീ ഭഗവാൻ ശ്രീ അയ്യപ്പൻ നിവസിക്കുന്ന ശ്രീകോവിലിന്റെ കഥകൾ വരെ പൊളിച്ചുകൊണ്ടുപോയി വിറ്റ് തിന്ന സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെയൊക്കെ വീടിന്റെ കതവിന് ശരിയായ വാതിലുകളും കൊളുത്തുകളും ബൂട്ടുകളും ഇട്ടില്ല എങ്കിൽ അതുവരെ ചവിട്ടി തുറന്ന് എടുത്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളെ കാത്തുരക്ഷിക്കേണ്ട പൊന്നു തമ്പുരാന്റെ വാതിൽ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത കെട്ടുകാര്യസ്ഥതയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന ഭരണാധികാരികൾ ഭരിക്കുന്ന ഇവിടെ പിന്നെ എന്താണ് നടക്കാൻ പോകുന്നത്? നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇത്തരത്തിൽ രാജ്യത്തെ, നമ്മുടെ നാടിനെ ദുർഗതിയുടെ പടനിലത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ദിവസവും മുന്നോട്ട് കൊണ്ടുപോവുകയായിരിക്കും. നിങ്ങൾ ഓർത്തിരിക്കുക, നിങ്ങൾ ഓരോരുത്തരും കരുതിയിരിക്കുക. അതിശയമല്ല പറയാൻ പോകുന്നത്. കാളയ്ക്ക് മുന്നിൽ പുല്ല് കെട്ടിത്തൂക്കിയിട്ട് കാളവണ്ടി, കാള ഇപ്പൊ കിട്ടും എന്ന് വിചാരിച്ച് കാള നടക്കുന്നത് പോലെ നിങ്ങളുടെ മുന്നിലേക്ക് പല പദ്ധതികളും വരും. അത് പല രൂപത്തിലായിരിക്കും വരുന്നത്. കേവലമായിട്ടുള്ള നിങ്ങൾക്ക് നാളെ ജംഗ്ഷനിൽ പോകുമ്പോൾ 100-200 രൂപ കൊടുത്ത് വാങ്ങിക്കാൻ സാധിക്കുന്ന സൗജന്യമെന്ന് പറയുന്ന ഓഫറുകൾ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ച് നിങ്ങളുടെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്ത് നിങ്ങളുടെ ചിന്താശേഷിയെ മുഴുവൻ ഇല്ലാതാക്കി കണ്ണു കെട്ടി മനസ്സിനെ തിരിച്ചു വിട്ടുകൊണ്ട് വീണ്ടും അധികാരത്തിലേറുവാൻ ഇത്തരത്തിലുള്ള രൂപങ്ങൾ ഇനിയും നമുക്ക് കാണാൻ സാധിക്കും. കരുതിയിരിക്കണം. ഭാരതീയ ജനതാ പാർട്ടി അഭിമാന പുരസ്സരം തൃക്കുന്നപ്പുഴ പഞ്ചായത്തിലെ 18 വാർഡുകളിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥികളുടെ പര്യടനം നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ 3 ഡിവിഷനുകളിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിന്റെ ഒരു ഡിവിഷനിലേക്കും സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിട്ടുണ്ട്. തൃക്കുന്നപ്പുഴ പഞ്ചായത്തിൽ 5-ാം വാർഡിൽ മത്സരിക്കുന്ന രാജീവിനെ കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. ഈ നാട്ടുകാരെ മനസ്സിലാക്കി തരാൻ വേണ്ടി കോവിഡ് സമയത്ത്, കോവിഡുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിൽ ഞാൻ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് നേരിട്ട് കണ്ടതാണ്. ഒരു BP കിറ്റിന്റെ മാത്രം പിൻബലത്തിൽ ഒരു പേടിയുമില്ലാതെ നമ്മൾ നാട്ടുകാരടക്കം ഓരോരുത്തരും വീട്ടിൽ കയറി വീടും പൂട്ടി പുറത്തിറങ്ങാൻ പ്രയാസപ്പെട്ടിരുന്ന സമയത്ത് ഈ നാടിനുടനീളം മുക്കിലും മൂലയിലും സഞ്ചരിച്ചുകൊണ്ട് വേണ്ട സാഹചര്യവും സന്നാഹവും ഒരുക്കാൻ മുന്നിട്ടിറങ്ങിയവൻ. പ്രളയം വന്ന സമയത്ത് നമ്മൾ പ്രളയത്തിന്റെ തിക്തഫലമൊന്നും അനുഭവിച്ചിട്ടില്ല. തൊട്ടടുത്ത് കടലും ഇവിടെ കായലും കിടക്കുന്നതുകൊണ്ട് പ്രളയത്തിന്റെ ദുരിതങ്ങളൊന്നും നമ്മളധികം അനുഭവിച്ചിട്ടില്ല. പന്തളം എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ നോക്കും, നമ്മൾ പോകുമ്പോഴറിയാം വലിയ ടൗൺ പ്രദേശം, ഇച്ചിരി പൊക്ക പ്രദേശമൊക്കെ, അവിടുത്തെ മലപ്രദേശം വരെ വെള്ളത്തിന്റെ അടിയിലായിപ്പോയി. നാട് മുഴുവൻ പ്രളയത്തിൽ ഒഴുകിക്കിടന്ന സമയത്ത് മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള സുഹൃത്തുക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ചെറിയ വള്ളങ്ങളും അതുപോലുള്ള സംവിധാനങ്ങളും പൊങ്ങുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രളയത്തിൽ അകപ്പെട്ടുപോയ ജീവിതങ്ങളെ മുഴുവൻ കൈപ്പിടിച്ചു കൊണ്ടുവരാനും അവരെ ക്യാമ്പുകളിൽ എത്തിക്കാനും വേണ്ട സന്നാഹങ്ങൾ ഒരുക്കാൻ മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരോടൊപ്പം രാജീവും ഉണ്ടായിരുന്നു. ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ്. മഹാത്മാ എന്നൊരു ക്ലബുമായി ബന്ധപ്പെട്ട് വർഷങ്ങൾക്ക് മുൻപ്, വളരെ കൊച്ചുപയ്യനായിരുന്നു അന്നേരം, ആ സമയം മുതൽ സാംസ്കാരിക മേഖലയിൽ ഇവിടത്തെ കുട്ടികളെയും യുവാക്കളെയും സംഘടിപ്പിച്ചുകൊണ്ട് വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ യുവജന കൂട്ടായ്മയുടെ ഭാഗമായി രാജീവിനെ നമുക്കെല്ലാവർക്കും സുപരിചിതനാണ്. ഇത്തരത്തിൽ ഏത് സമയത്തും ഏത് വെളിപ്പുറത്തും നമ്മുടെ മുന്നിലുള്ള ഏത് കാര്യത്തിനും നമുക്ക് സമീപിക്കാൻ സാധിക്കുന്ന നമ്മുടെ കൂടപ്പിറപ്പായ നമ്മുടെ അയലത്തുകാരനായ നമ്മുടെ ബന്ധുവായ നമ്മുടെ കുഞ്ഞനുജനായ നമ്മുടെ സഹോദരനായ രാജീവിനെ എല്ലാവരും മനസ്സിൽ കരുതിയിട്ട് അദ്ദേഹം മത്സരിക്കുന്ന താമര അടയാളം എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിന്റെ പവിത്രമായ ദേശീയ പുഷ്പമായ താമര, അതൊരു കാരണവശാലും നമ്മുടെ മനസ്സിൽ നിന്നും മായാതെ രാജീവിന്റെ മുഖത്തോടൊപ്പം ആ താമര ചേർത്ത് വെച്ചുകൊണ്ട്
ഡിസംബർ 9-ാം തീയതി പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന സമയത്ത് മറ്റ് പല ചിഹ്നങ്ങളും നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്ന് നമ്മുടെ മനസ്സിനെ മതിക്കുന്ന സമയത്ത് ചിന്താഭാരമോ അത് മറ്റൊരു തരത്തിലേക്ക് ചിന്ത മാറാതെയോ നമ്മൾക്കിടയ്ക്ക് കൊണ്ടുതരുന്ന ആനുകൂല്യങ്ങളോ സൗജന്യങ്ങളിലോ വശമ്മതരാകാതെയോ താമര എന്ന അടയാളം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിന്റെ കണ്ണാടിയിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് രാജീവിന്റെ മുഖം ചിന്തിച്ചുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞനുജനെ ഈ 5-ാം വാർഡിന്റെ പ്രതിനിധിയായി തിരഞ്ഞെടുക്കാൻ ഓരോരുത്തരും തയ്യാറാകണമെന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ വളരെ വിനീതമായി ഞാൻ ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ബ്ലോക്ക് പഞ്ചായത്ത് നമുക്കറിയാം, ഈ ബ്ലോക്ക് പഞ്ചായത്ത് 2-ാം വാർഡ് മുതൽ 6-ാം വാർഡ് വരെ നീണ്ടു കിടക്കുന്നതാണ്. ഇവിടെ ഈ 5-ാം വാർഡിൽ രാജീവിനെയും ഈ കിഴക്കേക്കര ബ്ലോക്കിൽ ശാലിനിയെയും വിജയിപ്പിക്കുകയാണെങ്കിൽ BJP നിങ്ങളുടെ മുന്നിൽ പ്രകടന പത്രിക എന്നോളം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് ഗതാഗത പ്രശ്നം, യാത്രാ ദുരിതമുണ്ട് അല്ലെ? ഒരു പ്രായമായ ഒരു അമ്മയ്ക്ക് കാർത്തികപ്പള്ളിയിൽ പോകണമെങ്കിൽ തൃക്കുന്നപ്പുഴ പ്രധാന ബസ് വരുന്ന ഭാഗത്തെത്തണം, അല്ലെങ്കിൽ അപ്പുറത്തുകൂടി കിഴക്കൂടി പോകുന്ന ബസ് എന്ന ഭാഗത്തെത്തണം, അല്ലെങ്കിൽ ഏതെങ്കിലും ചെറുപ്പക്കാരുടെ സഹായം ഉപയോഗിച്ച് ഒരു സ്കൂട്ടറോ ബൈക്കോ അതിന്റെ പുറകിൽ കയറി പോകേണ്ടി വരും. നിങ്ങളുടെ മുന്നിൽ കൂടി ഒരു പൊതുഗതാഗത സംവിധാനം വന്നാൽ എന്തായിരിക്കും? ഞങ്ങൾ പറയുകയാണ്, ഈ ബ്ലോക്ക് ഡിവിഷനിൽ ശാലിനിയെയും ഈ 5-ാം വാർഡിൽ രാജീവിനെയും വിജയിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഗതാഗത സംവിധാനം 2 വർഷത്തിനകത്ത് ഇവിടെ നടപ്പിലാക്കിയിരിക്കും. അതിന് പ്രത്യേക സമയം വെച്ചിട്ടുകൊണ്ട് പബ്ലിക് ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം പോലെ ഗവൺമെന്റിന്റെ അംഗീകാരത്തോടുകൂടിയുള്ള ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം ഇതുവഴി നടക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് തൊട്ടടുത്ത മെയിൻ റോഡിനെ ഏറ്റവും പെട്ടെന്ന് അപ്രോച്ച് ചെയ്യുന്നതിനുള്ള ഒരു സാഹചര്യം BJP ഒരുക്കുന്നുണ്ടായിരിക്കും. മറ്റൊന്ന്, ഇവിടെ ഈ പറയുന്ന പഞ്ചായത്തിൽ BJP അധികാരത്തിലേറുകയാണെങ്കിൽ ഈ പഞ്ചായത്തിലെ ഓരോ വാർഡുകളിൽ നിന്നും അവശത അനുഭവിച്ച് പെട്ടെന്ന് ആശുപത്രിയിലെത്താൻ സഹായം അഭ്യർത്ഥിക്കുന്ന ഓരോരുത്തരെയും കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കുന്നതിനുള്ള സംവിധാനം BJP ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതായിരിക്കും. ഞാനൊരു പ്രകടന പത്രികയുടെ മുഴുവൻ കാര്യങ്ങൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ വീടുകളിൽ നമ്മുടെ കുഞ്ഞനുജൻ ശ്രീ രാജീവും ഈ ബ്ലോക്കിലേക്ക് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിട്ടുള്ള ശ്രീ ശാലിനിയും നിങ്ങളുടെ വീടുകളിൽ വന്നവരുടെ പ്രകടന പത്രികയും അഭ്യർത്ഥനയും തരുമ്പോൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു വാഗ്ദാനവും BJP ചെയ്തിട്ടില്ല, പറയത്തില്ല, ഇനി ചെയ്യുകയുമില്ല. നമുക്കറിയാം, ലോകത്തെ ഏറ്റവും പ്രശ്നമായിരുന്നു രാമക്ഷേത്ര നിർമ്മാണം അല്ലെ? BJPയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നു അവിടെ ക്ഷേത്രം നിർമ്മിക്കും, അതിന് സമവായം ഉണ്ടാക്കുമെന്ന്. ക്ഷേത്രം നിർമ്മിച്ചു. ആർട്ടിക്കിൾ 370 370 എന്നൊരു വകുപ്പുണ്ടായിരുന്നു നമ്മുടെ ഭരണഘടനയിൽ. എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കാശ്മീർ പ്രത്യേക രാജ്യം പോലെയാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഈ രാജ്യത്തിനകത്ത് പ്രത്യേക രാജ്യം പോലെയായിരുന്നു കാശ്മീർ. ആ കാശ്മീരിന് പ്രത്യേക പതാക, പ്രത്യേക ഭരണഘടന, പ്രത്യേക ഭരണാധികാരികൾ. എന്നിട്ടോ ഈ രാജ്യത്തെ ബഡ്ജറ്റിന്റെ നല്ലൊരു പങ്കും ആ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. ഇതുകൂടാതെയോ സൈനിക സേവനമനുഷ്ഠിക്കുന്ന നമ്മുടെ ജവാന്മാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യം, പുറത്ത് സൈനികരെ കണ്ടാൽ കൂട്ടമായി വന്ന് കല്ലെറിഞ്ഞോടിക്കുന്ന സാഹചര്യം. ആർട്ടിക്കിൾ 370 എന്ന് പറയുന്ന ആർട്ടിക്കിൾ 370 തൊടാൻ ഈ രാജ്യം ഭരിച്ച 70 വർഷമായി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ഭരണാധികാരികളും നട്ടെല്ല് നിവർത്തി നിന്നില്ല. മോദി നിന്നു. രാജ്യം ഭരിക്കുന്ന മോദി ആർട്ടിക്കിൾ 370 പുഷ്പം പോലെ എടുത്ത് ഗംഗാ നദിയിൽ ഒഴുക്കി. ആർട്ടിക്കിൾ 370 കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ, കാശ്മീരിലേക്ക് ടൂറിസ്റ്റുകളുടെ പ്രവാഹമാണ്. കാശ്മീർ രാജ്യത്തിന്റെ സ്വർഗമാണ്. തീവ്രവാദികളും വിഘടനവാദികളും തമ്പടിച്ചുകൊണ്ട് അവിടെ വിധ്വംസ പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നതിന് അവന്മാരെ മുഴുവൻ പിടിച്ചകത്താക്കി നാട്ടിൽ നിന്ന് ഓടിച്ചു വിട്ടു. അവിടെ ടൂറിസ്റ്റുകൾ, നമ്മളൊക്കെ പോയി അവിടെ സ്വച്ഛന്തമായിട്ട് നടക്കാം, എവിടെയും നടക്കാം. രാജ്യസുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന. രാജ്യത്ത് 70 വർഷമായി ഇതൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ലാംബേറുള്ള നട്ടിലുള്ള ചുണക്കുട്ടികൾ ഭരിക്കുന്ന NDA നേതൃത്വം കൊടുക്കുന്ന ഈ രാജ്യത്ത് അതിന്റെ ഭാഗമാകാൻ
നമ്മളുടെ അനുജനായ, നമ്മുടെ സഹോദരനായ, നമ്മുടെ മകനായ, നമ്മളിൽ ഓരോരുത്തരും അറിയുന്ന രാജീവിനെ 5-ാം വാർഡിന്റെ പ്രതിനിധിയായി തൃക്കുന്നപ്പുഴ പഞ്ചായത്തിലേക്ക് അയക്കുമ്പോൾ ഈ വാർഡിന്റെ വികസനം അന്ന് തുടങ്ങുന്നു എന്നുള്ളത് BJPയുടെ ഗ്യാരണ്ടിയാണ്. BJP പറയുന്നത് മാറാത്തത് ഇനി മാറുമെന്നാണ്. എന്നാൽ ഈ 5-ാം വാർഡിലെ പ്രിയപ്പെട്ട പ്രബുദ്ധരായ ജനങ്ങളെ, നിങ്ങൾ പറയേണ്ടത് മാറാത്തത് BJPയിലൂടെ ഞങ്ങൾ മാറ്റുമെന്നാണ്. നമ്മൾ ഓരോരുത്തരും മനസ്സിൽ തീരുമാനമെടുത്ത് തിന്നു പിരിയണം. മാറാത്തതിന് ഞങ്ങൾ മാറ്റും. അതിന് രാജീവ് 5-ാം വാർഡിൽ നേതൃത്വം കൊടുക്കും. പ്രിയമുള്ളവരെ, 5-ാം വാർഡിൽ താമര അടയാളത്തിൽ മത്സരിക്കുന്ന ശ്രീ രാജീവിനും ഈ കിഴക്കേക്കര ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന ശ്രീമതി ശാലിനിക്കും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ശ്രീമതി ശാന്തകുമാരിക്കും താമര അടയാളത്തിൽ നിങ്ങളുടെ സ്നേഹം വോട്ടുകളായി 9-ാം തീയതി പോളിംഗ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ നിങ്ങൾ നൽകണമെന്ന് വിനീതമായി ഹൃദയത്തിന്റെ ഭാഷയിൽ നിങ്ങൾ ഓരോരുത്തരോടും, എന്നെ ശ്രവിക്കുന്ന ഈ നാട്ടുകാർ ഓരോരുത്തരോടും ഹൃദയംഗമമായ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്. എന്നെ ശ്രമിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വന്ദേ മാതരം.